Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ടിപ്സും ട്രിക്സും ഹാക്സും ഒക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ്സ് നന്നായിട്ട് ചുണ്ടുകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. ലിപ് ബാം അപ്ലൈ ചെയ്ത ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ചുണ്ടിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻസും ഒരു ടാനും ആ പിഗ്മെൻറ്റേഷനൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലിപ്സ് കിട്ടും. അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. സ്ക്രബ് ചെയ്ത ശേഷം ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ഹാക്ക് നമ്പർ 1. അപ്പം നമ്മൾ ചുണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ രണ്ട് ചുണ്ടും രണ്ട് കളറായിരിക്കും. അപ്പോൾ അത് ഈവൻ ആക്കാനുള്ള ഒരു ഹാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ഒരു കൺസീലറോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനോ എടുത്തിട്ട് നമ്മൾ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ മേക്കപ്പായിട്ട് വരുന്ന ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ് കിട്ടുന്നതാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കളറ് കറക്റ്റായിട്ട് വരും. അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യൂപ്പിഡ് ബോ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പെർഫെക്റ്റ് ചുണ്ടിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ആദ്യം ചുണ്ടിൻ്റെ അവിടെ 2 എക്സ് മാർക്ക് കൊടുക്കുക, കണ്ടില്ലേ? എന്നിട്ട് ലൈൻ ഫോളോ ചെയ്യുക താഴെ വരെ. എന്നിട്ട് ഫുൾ ചുണ്ടും അതേമാതിരി തന്നെ ലൈൻ ചെയ്യുക കേട്ടോ. മേലെ മാത്രമേ എക്സ് ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും ഇപ്പോൾ എക്സ് ഇടരുത്. ബട്ട് ബാക്കി ആ ലൈൻ ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് നല്ല ഈവൻ ആയിട്ടുള്ള ലിപ്സ് വരണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്യണം ആ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ. എന്നിട്ട് മേലെ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ലിപ്സ്റ്റിക് ഒന്നും ഇല്ലെങ്കിലും വെറും ലിപ്പ് ലൈനർ വെച്ചിട്ട് മാത്രവും നമുക്ക് നല്ല ഒരു ലിപ്പ് കളർ കിട്ടുന്നതാണ്. നമുക്ക് നല്ല ക്യൂപ്പിഡ് ബോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ് കിട്ടും. കണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ? അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ നമുക്ക് ലിപ്പ് ലൈനർ മാതിരി ലൈൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ അറ്റത്ത് ആ ഒരു നാരോ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേമാതിരി തന്നെ നമുക്ക് ലിക്വിഡ് ലൈനറിലും ഒരു ചെറിയൊരു ചരിഞ്ഞ രീതിയിലല്ലേ ഇരിക്കുന്നത്. ആ കൂർത്ത ഭാഗം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. എവിടെയും പുറത്തൊന്നും പരന്ന് പോവാതെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത 5ാമത്തെ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇത്രയൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്താലും ചിലപ്പോൾ പരന്ന് പോകും. അപ്പോൾ ആ പരന്ന് പോയതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വഴിയാണ് ഒരു കുറച്ച് കൺസീലർ എടുക്കുക ചെറിയൊരു തിൻ ബ്രഷിൽ. ഇതിൽ ഞാൻ 2 വഴിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചുണ്ടിൻ്റെ താഴെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ തന്നെ ഉള്ളിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യാം, ഞാനിപ്പോൾ ചെയ്യുന്ന മാതിരി മൊത്തത്തിൽ. ഇല്ലെങ്കിൽ എൻ്റെ ഒരു വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചുണ്ട് കടിച്ച് ഉള്ളിലേക്ക് ചുണ്ട് മുഴുവൻ ലിപ്സ്റ്റിക് ഇട്ട ഭാഗം മുഴുവൻ ഞാൻ ഉള്ളിലേക്ക് കടിച്ച് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ എക്സസ് പരന്ന ഭാഗമൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരും. കണ്ടോ? അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് കിട്ടുന്നതാണ്. നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും എല്ലാ ലിപ്സ്റ്റിക്കും ചേരില്ല. അപ്പം അങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ഷെയ്ഡ് കിട്ടുന്നതാണ്. അപ്പം വാഷ് ഔട്ട് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പുതിയൊരു കളർ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടോ താഴത്തെയും മേലത്തെയും ചുണ്ടിൻ്റെ വ്യത്യാസം. അടുത്ത ലിപ്സ്റ്റിക് ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്ക ലിപ്സ്റ്റിക്കും ഇപ്പോൾ മാറ്റ് വരുന്നുണ്ടെങ്കിലും മാറ്റ് അല്ലാത്ത ലിപ്സ്റ്റിക്കിനെ മാറ്റ് ആക്കാനുള്ള വഴിയാണ്. ഇതെല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഒരു ടിഷ്യൂ വയ്ക്കുക, ലിപ്സ്റ്റിക് ഇട്ട ശേഷം ഒരു ടിഷ്യൂ വയ്ക്കുക. ടിഷ്യൂയുടെ മേലെ ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റ് ലിപ്സ്റ്റിക്ക്, ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക് നമുക്ക് കിട്ടുന്നതാണ്. എവിടെയും വാഷ് ഔട്ടായി പോവില്ല, പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പല്ലിൽ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്ത മാതിരി വിരൽ ചുണ്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഉള്ളിലുള്ളതൊക്കെ.
ഇല്ലെങ്കിൽ വേറൊരു രീതി നമുക്ക് വിരൽ തന്നെ ഇപ്പോൾ വേറൊരു രീതിയിൽ വെച്ചു. ഇതിപ്പോൾ കണ്ടോ ഉള്ളിൽ സക്ക് ചെയ്തെടുക്കാവുന്ന മാതിരി വെച്ചു. അങ്ങനെ വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ആ എക്സസ് വല്ല ലിപ്സ്റ്റിക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് വന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് ഫുള്ളായിട്ടുള്ള ഫുൾ ലിപ്സ്, നല്ല പ്ലംപി ഫുൾ ലിപ്സ് വരണം എന്നുണ്ടെങ്കിൽ ഒരു ഹൈലൈറ്റഡ് ഷെയ്ഡ് എടുത്തിട്ട് മേലെ ക്യൂപിഡ് ബോസിൽ അപ്ലൈ ചെയ്യുക. അതേമാതിരി ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ചുണ്ടിൻ്റെ താഴെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫുള്ളർ ലിപ്സ് കിട്ടും. എനിക്ക് ആക്ച്വലി അവിടെ നാച്ചുറലി തന്നെ ഒരു ചുണ്ടിൻ്റെ താഴെ ഒരു ഫുള്ളർ ലിപ്സ് കിട്ടാനുള്ള ഡാർക്ക് കളർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വഴി നല്ലതാണ് കേട്ടോ. പിന്നെ 10ാമത്തെ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്ന കളറായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ബ്ലോട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ കാണുന്ന ലിപ്സ്റ്റിക്, ആ ബ്ലഡ് ലിപ്സ്റ്റിക്കിൽ കാണുന്ന അതേ കളർ തന്നെ നമുക്ക് ഇതിലും വരുന്നതാണ്. അവസാനത്തെ ഹാക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നമുക്കൊരു എന്താ പറയുക, ഒരു ഡബിൾ കളർ ലിപ്സ്റ്റിക്ക് മാതിരി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലൈറ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നടുവിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഷെയ്ഡഡ് ലിപ്സ്റ്റിക്ക് വരുന്നതാണ്. ഫുൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു കളറാവും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു രീതി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.